കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഗ്രൂപ്പിനോടൊപ്പം ഒരു ബൈനറി ഓപ്പറേറ്റർ വേണം. ബൈനറി ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം പറഞ്ഞത്. ഒരു ഓപ്പറേറ്റർ സ്റ്റാർ ഒരു സെറ്റ് ജിയിൽ ഡിഫൈൻ ചെയ്യുന്നു. അത് ബൈനറി ഓപ്പറേറ്റർ ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റില് 2 എലമെന്റ്സ് എടുത്ത് ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആ സെറ്റിൽ തന്നെ വേണം. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് നമ്മൾ ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. An operator star is closed in the set G. Then it is called a binary operator. Binary ആണെങ്കിൽ ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി വേണം. എന്താണ്? 2 എലമെന്റ്സിനെ എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് ആൻസർ ആ സെറ്റിൽ വരിക എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയും ഈ ക്ലോസ്ഡ്നെസ്സും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൈനറി പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇന്റിജേഴ്സിന്റെ സെറ്റില് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ബൈനറി ആണ് നമ്മൾ കണ്ടു. അതേസമയം ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ അത് ബൈനറി അല്ല. കാരണം 2 ഇന്റിജേഴ്സ് 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ 1/2 ആ സെറ്റിലില്ല അല്ലെ. 1/2 എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ സെറ്റിലില്ല. അപ്പൊ ക്ലോസ്ഡ് അല്ല. ഈ സെറ്റില് 2 പോയിന്റ്സ് എടുത്തിട്ട് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് ക്ലോസ്ഡ് എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. അപ്പൊ അത് ബൈനറി ഓപ്പറേറ്റർ അല്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒരു സെറ്റ് ജിയും ഒരു ബൈനറി ഓപ്പറേറ്റർ സ്റ്റാറും തന്നു കഴിഞ്ഞാൽ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഒരു സെറ്റ് ജിയും അതിന്റെ കൂടെ ഒരു ബൈനറി ഓപ്പറേറ്റർ സ്റ്റാറും. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് 3 പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി. ഗ്രൂപ്പിലെ 3 പോയിന്റ്സ് എ ബി സി എടുക്കുകയാണെങ്കിൽ A star B star C must be equal to A star B star C. ഇത് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഓർഡർ മാറുന്നത് കൊണ്ട് ആൻസിറ്റിവിറ്റി എന്നാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ദർ എക്സിസ്റ്റ് an element E such that A star E is equal to E star A equal to A. This must be true for every element A. Third property നമ്മൾ പറഞ്ഞത് ഏത് എലമെന്റ് A തന്നാലും അതിന് ഒരു ഇൻവേഴ്സ് എലമെന്റ് വേണം. ഫോർ എവ്രി A element of G there exists A inverse such that A star A inverse is equal to A inverse star A equal to E. Okay. ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റും ഒരു ഓപ്പറേറ്ററും തന്നാൽ അത് ഒരു ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറയും. ഇന്ന് നമ്മൾ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസിലേക്കാണ് കിടക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിരുന്നു. ഇന്റിജേഴ്സിന്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ അത് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ് ഏത് സെറ്റ് എടുത്താലും അണ്ടർ അഡീഷൻ അത് ഗ്രൂപ്പാണ്. പക്ഷേ ഇന്റിജേഴ്സിന്റെ കളക്ഷൻ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ അത് ഗ്രൂപ്പ് അല്ല. അതിന്റെ കാരണം അതിന് ഇൻവേഴ്സ് എലമെന്റ് ഇല്ല. 2 എന്നൊരു എലമെന്റ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സ് 1/2 ആണ്. പക്ഷെ 1/2 എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ കളക്ഷനിൽ ഇല്ല. അതുകൊണ്ട് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് അല്ല എന്ന് നമ്മൾ കണ്ടിരുന്നു. ആരോ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ. ഓക്കെ, അത് ഗ്രൂപ്പ് അല്ല എന്ന് കണ്ടിരുന്നു. പിന്നെ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അത് ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ അവിടെ ഒരു എലമെന്റ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 0 എന്നുള്ള എലമെന്റ് അതിന് ഇൻവേഴ്സ് ഇല്ല. പക്ഷെ നോൺ സീറോ റാഷണൽ നമ്പേഴ്സ് എടുത്താൽ അല്ലെങ്കിൽ
പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുത്താൽ ആ കളക്ഷൻ ഒരു ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെ റിയൽ നമ്പേഴ്സിന്റെ കേസിലും കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിലും ട്രൂ ആണ്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ 0 എന്നുള്ള എലമെന്റിനെ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം 0 വന്നാൽ അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് നോൺ സീറോ ആയിട്ട് റാഷണൽ നമ്പേഴ്സോ റിയൽ നമ്പേഴ്സോ കോംപ്ലക്സ് നമ്പേഴ്സോ എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പാണ്. അതേസമയം ഇപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അത് ഗ്രൂപ്പ് ആവുമോ? ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ ഓപ്പറേറ്ററിന് ആ സെറ്റ് ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ ഫെയിൽ ആവും. ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ അല്ലെ? P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് √2, π അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ അറിയാം. അപ്പൊ √2 എന്നുള്ള ഇറാഷണൽ നമ്പർ എടുക്കാം. √2 ഇറാഷണൽ ആണ്. വീണ്ടും √2 തന്നെ എടുത്താൽ അത് ഇറാഷണൽ ആണ്. ഇതിന്റെ രണ്ടിന്റെ കൂടി പ്രോഡക്റ്റ് എടുത്താൽ എന്താ കിട്ടുന്നത്? √2 × √2 is 2 which is rational. അപ്പൊ ഞാൻ രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എടുത്ത് അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇറാഷണൽ അല്ല, അതൊരു റാഷണൽ നമ്പർ ആണ്. വിച്ച് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ക്ലോസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ബൈനറി ഓപ്പറേറ്ററിനുള്ള പ്രോപ്പർട്ടി തന്നെ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് അത് ഗ്രൂപ്പ് ആണോ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ നോ എന്നാണ് വരിക. പിന്നെ ഇനിയിപ്പോ ഈ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന സിമ്പിൾ ഓപ്പറേറ്റേഴ്സ് ആണ്. സാധാരണ സെറ്റും കൂടി എടുത്താൽ വളരെ സിമ്പിൾ ആണ്. അതല്ലാതെ മറ്റു ഓപ്പറേറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് ബൈനറി ആണോ ഗ്രൂപ്പ് ആണോ എന്നുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്റിജേഴ്സിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആണ്, അത് നിങ്ങൾക്ക് സംശയമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ അഡീഷൻ ബൈനറി ഓപ്പറേറ്റർ ആണ്. കാരണം രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഒരു നാച്ചുറൽ നമ്പർ ആണ്. പക്ഷെ അസോസിയേറ്റിവിറ്റിയും ഉണ്ട്. അഡീഷൻ എവിടെ പോയാലും അസോസിയേറ്റീവ് ആണ്, അതുകൊണ്ട് അസോസിയേറ്റിവിറ്റിയും ഉണ്ട്. പക്ഷെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സും വരുമ്പോൾ പ്രശ്നമാകും. കാരണം ഐഡന്റിറ്റി എലമെന്റ് 0 ആണ്, അഡീഷന്റെ ഐഡന്റിറ്റി 0 ആണ്, അത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഇല്ല. അതുപോലെ തന്നെ ഇൻവേഴ്സ് എലമെന്റ്സും ഇല്ല. അപ്പൊ അതാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതുള്ളത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് ആണോ? ആൻസർ ഇസ് നോ, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദി ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി ഉണ്ടെങ്കിലേ പിന്നെ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കോൺട്രഡിക്ഷൻ വരുന്ന പോയിന്റ് ഐഡന്റിറ്റി എലമെന്റ് ഇല്ല എന്നുള്ളതായിരിക്കും. ഈ രണ്ട് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് M(Z) എന്നുള്ള സെറ്റ്. Z എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റിജേഴ്സിന്റെ കളക്ഷൻ തന്നെ. M(Z) എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് M. എമ്മിന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഈ സെറ്റ് എന്ത് വരും? ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എഴുതുമ്പോൾ എക്സെട്ര ഇട്ടിട്ടാണല്ലോ തുടങ്ങാം. എക്സെട്ര ഇട്ടിട്ട് -2M -M 0 1 M, സോറി 1 ഇല്ല, M പിന്നെ വരുന്ന എലമെന്റ് M 2M എക്സെട്ര. ഇങ്ങനെയുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ, എമ്മിന്റെ മൾട്ടിപ്പിൾസിന്റെ കളക്ഷൻ. ഇത് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് ആണ്. അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. സ്റ്റോപ്പ് ഷെയറിംഗ് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആവശ്യം വരുമ്പോൾ നമുക്ക് സ്ലൈഡ്സിലേക്ക് വരാം. മൾട്ടിപ്പിൾസ് ഓഫ് എമ്മിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഏത് ക്വസ്റ്റ്യനും ഗ്രൂപ്പ് ആണോ എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓപ്പറേറ്റർ ബൈനറി ആണോ എന്നുള്ളതാണ്. അതായത് എമ്മിന്റെ രണ്ട് മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എമ്മിന്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആണോ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്.
എമ്മിന്റെ രണ്ട് മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? എമ്മിന്റെ രണ്ട് ആർബിട്രറി മൾട്ടിപ്പിൾസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ആർ ഇൻറ്റു എമ്മും ടി ഇൻറ്റു എമ്മും, ആർ എം ടി എം, ഇങ്ങനെ രണ്ട് മൾട്ടിപ്പിൾസ് എടുക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ അവിടെ എം കോമൺ ഫാക്ടർ അല്ലേ? സോ ആർ പ്ലസ് ടി ഇൻറ്റു എം എന്നായിരിക്കും ആൻസർ വരുന്നത്, വിച്ച് ഇസ് അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് എം. അപ്പൊ എമ്മിന്റെ മൾട്ടിപ്പിൾസിന്റെ കളക്ഷനിൽ ഇവിടെ ഇൻഡിജർ മൾട്ടിപ്പിൾസ് ആണ് കേട്ടോ. സാധാരണ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് മാത്രം എന്നൊരു ഇമേജ് വരാം, അങ്ങനെയല്ല, ഇൻഡിജർ മൾട്ടിപ്പിൾസ് ആണ്. എം, 2m, 3m എക്സെട്ര ഉണ്ട്. അതുപോലെ തന്നെ മൈനസ് എം, മൈനസ് 2m, മൈനസ് 3m എക്സെട്ര ഉണ്ട്. സീറോയും ഉണ്ട്. സീറോ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു എം എന്ന് എഴുതാമല്ലോ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾസിൽ സെറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. അഡീഷൻ എവിടെ പോയാലും അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അടുത്തത് എന്താ വേണ്ടത്? ഐഡന്റിറ്റി എലമെന്റ് വേണം. 0 ആണ് ഐഡന്റിറ്റി എലമെന്റ്. 0നെ എനിക്ക് 0 ഇൻറ്റു എം എന്ന് എഴുതാം. അതുകൊണ്ട് 0 ഈ സെറ്റിലുണ്ട്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. പിന്നെ വേണ്ട പ്രോപ്പർട്ടി എന്താണ്? ഇൻവേഴ്സ് വേണം. അതായത് എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ, അതായത് സെറ്റിലെ ഒരു ആർബിട്രറി ടേം, എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആർ എം ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? അതായത് ആർ എമ്മിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 0 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. സോ ആർ എം പ്ലസ് മൈനസ് ആർ എം എടുക്കുക. ആർ എം പ്ലസ് മൈനസ് ആർ എം എന്ന് പറഞ്ഞാൽ ആർ എമ്മിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് ആർ എം. ആൻസർ നമുക്ക് 0 വരും. ആർ പ്ലസ് മൈനസ് ആർ ഇസ് 0, 0 ഇൻറ്റു എം വിച്ച് ഇസ് 0. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സും അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ കോമൺ സെറ്റുകളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് പോവുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കുറെ ഗ്രൂപ്പുകൾ കിട്ടി അല്ലെ? എം എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും എടുത്തൂടെ? എം 2 എന്നെടുത്താൽ നമുക്ക് ഈവൺ ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ കിട്ടും, അത് ഗ്രൂപ്പാണ്. എം 3 എന്നെടുത്താൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 കിട്ടും, അത് ഗ്രൂപ്പാണ്. അങ്ങനെ എമ്മിന് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ചോയ്സുകൾ ഉണ്ട്. ഇത് മാത്രം വെച്ച് തന്നെ നമുക്കൊരു ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് എക്സാമ്പിൾസ് കിട്ടിയിരിക്കുകയാണ്. എം സെഡ് അണ്ടർ അഡീഷൻ ഇസ് എ ഗ്രൂപ്പ്. അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് നോൺ സീറോ റാഷണൽ നമ്പേഴ്സ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കേസാണ് അല്ലെ? നോൺ സീറോ റാഷണൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യൂ നോട്ട് എന്നുള്ള സെറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ സഫിക്സ് ആയിട്ട് ഒരു നോട്ട് ഇടും. ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ്, അതിൽ നിന്ന് 0 എന്നുള്ള എലമെന്റ് മൈനസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെറ്റ് എടുക്കുന്നു. ഇത് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് ആണോ, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സെറ്റ്, നേരത്തെ സെറ്റ് നമ്മൾ ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ സെറ്റിന്റെ പേര് ആദ്യം എഴുതും, കോമ ഇട്ടിട്ട് ഓപ്പറേഷൻ എഴുതും, അണ്ടർ അഡീഷൻ. ഇത് ഗ്രൂപ്പാണ് എന്നാണ് നമ്മളിപ്പോ തൊട്ട് മുമ്പ് തെളിയിച്ചത്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ക്യൂ നോട്ട് എന്നുള്ള സെറ്റ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോട്ട് ഇടാം, അല്ലെങ്കിൽ ഇൻറ്റു സൈൻ ഇടാം. ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ അത് യൂസ് ചെയ്യാം. ഈ ക്യൂ നോട്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ഇത് നമ്മൾ ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ റാഷണൽ നമ്പർ ആണ്, അപ്പൊ അതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ വരുന്നത് അസോസിയേറ്റിവിറ്റി, മൾട്ടിപ്ലിക്കേഷൻ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഏത് സബ്സെറ്റിലും അസോസിയേറ്റീവ് ആണ്, അതുകൊണ്ട് അത് ഇവിടെയും അസോസിയേറ്റീവ് ആണ്. പിന്നെ വരുന്നത് ഐഡന്റിറ്റി എലമെന്റ്, മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. 1 ഒരു റാഷണൽ നമ്പർ ആണ്, അപ്പൊ ക്യൂ നോട്ട് എന്നുള്ള സെറ്റില് 1 പ്രസന്റ് ആണ്. ലാസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ഇൻവേഴ്സ്, ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പി ബൈ ക്യൂ ഫോമിലായിരിക്കും ആ നമ്പേഴ്സ് ഇരിക്കുക. ക്യൂ നോട്ട് എന്നുള്ള സെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അതില് 0 ഒഴിച്ചുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പി ബൈ ക്യൂവിലെ പി 0 അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം പി 0 ആയാൽ പി ബൈ ക്യൂ എന്ന് പറയുന്നത് 0 ആവും. നമ്മുടെ കളക്ഷൻ നോൺ സീറോ റാഷണൽ നമ്പേഴ്സിന്റെ ആണ്. അപ്പൊ പി ബൈ ക്യൂവിന്റെ ഇൻവേഴ്സ് എന്ത് വരും? പി ബൈ ക്യൂവിനെ തിരിച്ചിട്ടാൽ ക്യൂ ബൈ പി, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 1 എന്ന ആൻസർ വരില്ലേ? സോ പി ബൈ ക്യൂവിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ക്യൂ ബൈ പി ആണ്. ഈ ക്യൂ ബൈ പി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പി നോൺ സീറോ ആയിരിക്കണം. ഡിനോമിനേറ്റർ 0 ആയാൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലെ? അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ പി നോൺ സീറോ ആയിരിക്കണം.
ഞാൻ നോൺ സീറോ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ നിന്നാണ് p/q എടുത്തത്. അതുകൊണ്ട് p നോൺ സീറോ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. സോ p/q into q/p ഈക്വൽ ടു 1. q/p ആണ് p/q-ന്റെ ഇൻവേഴ്സ്. അപ്പൊ ഇൻവേഴ്സ് എലമെന്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് q നോട്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. പിന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് അഡീഷന്റെ കേസിൽ നമ്മൾ ഇന്റിജേഴ്സിന്റെ സെറ്റ് എടുത്തു, എന്നിട്ട് അതിന്റെ എല്ലാ ഇന്റിജർ മൾട്ടിപ്പിൾസും എടുത്തു. ആ ഇന്റിജർ മൾട്ടിപ്പിൾസിന്റെ കളക്ഷനിൽ അഡീഷൻ ഗ്രൂപ്പാന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഒരു എലമെന്റിന്റെ എല്ലാ ഇന്റിജർ പവറുകളും എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 2 എന്നുള്ള എലമെന്റ് എടുക്കുന്നു. 2-ന്റെ എല്ലാ ഇപ്പൊ ആരോ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, എന്ത് പറ്റി ലേറ്റ് ആയി പോയത്? ഇനി ലേറ്റ് ആവരുത് കേട്ടോ, കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ. അറ്റൻഡൻസ് എൻട്രി ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് 2 എന്നുള്ള നമ്പർ എടുത്തിട്ട് അതിന്റെ ഇന്റിജർ പവേഴ്സ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഇന്റിജർ പവേഴ്സ് നോക്കുക. 2-ന്റെ പവേഴ്സ് പറഞ്ഞാൽ എന്തൊക്കെ വരും? 2 ഉണ്ടാവും, 2 സ്ക്വയർ ഉണ്ടാവും, 2 ക്യൂബ് ഉണ്ടാവും. അതൊക്കെ 2-ന്റെ പവേഴ്സ് ആണ് അല്ലെ? പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ച വാക്ക് എന്താണ്? ഇന്റിജർ പവേഴ്സ് എന്നാണ്. ഇന്റിജർ പവേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും സീറോയും ഒക്കെ വരാം. അപ്പൊ 2⁻0 ഉണ്ടാവും ഈ സെറ്റിൽ. 2⁻0, എനി നമ്പർ raised to 0 is 1. അപ്പൊ 2⁻0 1 ഇതിലുണ്ടാവും. പിന്നെ ആരൊക്കെ ഉണ്ടാവും? നെഗറ്റീവ് പവേഴ്സ്, അതായത് 2⁻−1, 2⁻−2, 2⁻−3 എക്സെട്ര. ഇതെല്ലാം ഈ സെറ്റിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്തിട്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇത് ഗ്രൂപ്പ് ആണോ? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ സെറ്റിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറയുന്നില്ല, നമുക്ക് ജി എന്ന് വിളിക്കാം. ഈ സെറ്റിനെ ജി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കേണ്ടത്? ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഓപ്പറേറ്റർ ബൈനറി ആണോ എന്ന് നോക്കണം. അതായത് ഈ സെറ്റിൽ അത് ക്ലോസ്ഡ് ആണോ എന്നുള്ള പോയിന്റ് ആദ്യം വെരിഫൈ ചെയ്യണം. പിന്നെ അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, ഇത് മൂന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ടോട്ടൽ നമുക്ക് 4 കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അതിലെ ആദ്യത്തെ കാര്യം എടുക്കാം, ബൈനറി ഓപ്പറേറ്റർ ആണോ എന്ന് നോക്കണം. ബൈനറി ഓപ്പറേറ്റർ ആണോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെറ്റിലെ 2 ആർബിട്രറി പോയിന്റ്സ് എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഈ സെറ്റിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഈ സെറ്റിലെ 2 ആർബിട്രറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ സെറ്റിലുള്ള എല്ലാം 2-ന്റെ പവേഴ്സ് ആണ് അല്ലെ? ഈ സെറ്റിലെ 2 ആർബിട്രറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2⁻s-ഉം 2⁻t-യും. ഈ എസ് ടി എന്നുള്ളതിന് പ്രത്യേകിച്ച് റെലവൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2⁻x, 2⁻y അങ്ങനെ എടുക്കാം. ഞാൻ 2 വേരിയബിൾ നെയിം യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. 2⁻s-ഉം 2⁻t-യും 2 എലമെന്റ്സ് എടുത്തു. ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ എന്താ വരിക? 2⁻s into 2⁻t ചെയ്താൽ ഫൈനൽ ആൻസർ വരിക എന്താ? 2⁻s plus t അല്ലെ? ഇത് വീണ്ടും 2-ന്റെ പവർ തന്നെയല്ലേ? അപ്പൊ അപ്പോൾ കിട്ടുന്ന ഉത്തരം വീണ്ടും ഈ സെറ്റിലെ തന്നെ ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് ഇത് ബൈനറി ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം ഓക്കെ ആയി. ഇനി നമുക്ക് ഗ്രൂപ്പ് ആവാൻ വേണ്ട 3 പ്രോപ്പർട്ടീസ് ആണ് വെരിഫൈ ചെയ്യാനുള്ളത്. അതിലെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നുകിൽ നേരിട്ട് പറയാം, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റില് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏത് സബ്സെറ്റ് എടുത്താലും അവിടെയൊക്കെ അസോസിയേറ്റീവ് ആണ് എന്ന് നേരിട്ട് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സെറ്റിൽ നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റും. വെരിഫൈ ചെയ്യുക, അസോസിയേറ്റിവിറ്റി വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആർബിട്രറി എലമെന്റ്സ് എടുക്കണം, എന്നിട്ട് ഓർഡറിൽ വ്യത്യാസം വരുത്തി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആൻസർ സെയിം ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ 3 എണ്ണം എടുക്കണം. 3 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് 2⁻s into 2⁻t എടുക്കുന്നു. ഇതാദ്യം ചെയ്തിട്ട് ഞാൻ 2⁻r കൂടി എടുക്കുന്നു. ഇതിന്റെ ആൻസർ എന്താ വരിക? 2⁻s into 2⁻t ചെയ്യുമ്പോൾ എനിക്ക് 2⁻s plus t കിട്ടും into 2⁻r, which will be equal to 2⁻s plus
ടി പ്ലസ് ആർ. ഓക്കെ, ഇനി ഇത് തന്നെ ഓർഡർ മാറ്റി ചെയ്യുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ ചെയ്യാണ്. 2s into 2t into 2r equal to 2t plus r. 2s ആദ്യം എഴുതണമായിരുന്നു, സോറി. 2s അവിടെ ഉണ്ട്. 2t plus r ചെയ്യുമ്പോൾ നമുക്ക് 2t into 2r ചെയ്യുമ്പോൾ 2t plus r കിട്ടും. ഈ പ്രോഡക്റ്റ് എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2s plus t plus r. ഓക്കെ, രണ്ട് ആൻസറും സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ അസോസിയേറ്റിവിറ്റി വെരിഫൈ ചെയ്യാം. പിന്നെ അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് വേണം. ഐഡന്റിറ്റി എലമെന്റ് മൾട്ടിപ്ലിക്കേഷൻ്റെത് ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. അതിനെ എനിക്ക് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 2 ഈക്വൽ ടു 1 ഈ സെറ്റിലുണ്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അതായത് ഏത് എലമെന്റ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് മറ്റൊരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഈ 2r എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 1 കിട്ടുക? 1/2r കൊണ്ട്. ഈ 1/2r എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 - r എന്ന് എഴുതാം അല്ലെ? സോ ഒരു ആർബിട്രറി എലമെന്റ് 2r തന്നാൽ there exists 2 - r such that 2r into 2 - r equal to 2r plus minus r equal to 2 which is equal to 1. ഇതുപോലെ തന്നെ നമുക്ക് 2 - r into 2r ചെയ്താൽ അതും 0 അതും 1 ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ഏത് ആർബിട്രറി എലമെന്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് collection of all integer powers under multiplication എടുത്താൽ അത് ഗ്രൂപ്പാണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് 0 ഉണ്ടാവുമോ എന്നുള്ളതാണ്. പക്ഷെ ഈ സെറ്റിൽ 0 ഇല്ല. അപ്പൊ അതുകൊണ്ട് 0 ഒഴിവാക്കുക എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 2 ആണുള്ളത്. ആ 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് 0 എന്നുള്ള റിസ്ക് ഫാക്ടർ ഇല്ലാത്ത മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആവുന്ന ഒരു സെറ്റ് ആണിത്. ഇനി ഈ സെറ്റില് അസോസിയേറ്റിവിറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റിയും ഇൻവേഴ്സും പറഞ്ഞു. ഇതല്ലാതെ നമ്മളൊരു സ്പെഷ്യൽ കൈൻഡ് ഗ്രൂപ്പും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? അബീലിയൻ ഗ്രൂപ്പ്. അപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും ഗ്രൂപ്പാണ് എന്ന് തന്നെയല്ല, അവരൊക്കെ അബീലിയൻ ഗ്രൂപ്പും കൂടി ആണ്. എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ടൈപ്പ് ആയിരിക്കും, ചിലപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്ന് കാണിക്കേണ്ട ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ ഞാൻ സെറ്റില് ചെറിയ ഡിഫറൻസുകൾ വരുത്തി. അതായത് ഇന്റിജേഴ്സ് എന്നുള്ളതിന് പകരം ഇന്റിജർ മൾട്ടിപ്പിൾസ് എടുത്തു. ഇന്റിജേഴ്സിന് പകരം ഇന്റിജർ മൾട്ടിപ്പിൾസ് എടുത്തു. പിന്നെ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ഈ 2ന് n എന്നെടുത്താലും ഇതേപോലെ തന്നെ നിൽക്കും അല്ലെ? 2 എഴുതിയതിന്റെ സ്ഥാനത്ത് n എന്ന് വരും എന്നേ ഉള്ളൂ. മറ്റു ഡിഫറൻസുകളൊന്നും ഇല്ല. അപ്പൊ ഏതൊരു നാച്ചുറൽ നമ്പർ എന്നിന്റെയും ഇന്റിജർ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പാണ്. ഇവിടെയൊക്കെ പക്ഷെ നമ്മൾ എടുത്ത ഓപ്പറേഷൻ നമുക്ക് പരിചയമുള്ളതായിരുന്നു. അതായത് ഒന്നുകിൽ അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടും നമുക്ക് ചെയ്ത് ശീലമുള്ള ഓപ്പറേഷൻസ് ആണ്. ഇത് രണ്ടും തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെയ്ത എക്സാമ്പിൾസിലൊക്കെ ചെയ്തത്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് പരിചിതമല്ലാത്ത പുതിയ പുതിയ ഓപ്പറേറ്റേഴ്സ്, സ്റ്റാർ എന്ന് പേരിട്ട് വിളിക്കാവുന്ന പുതിയ പുതിയ ഓപ്പറേറ്റേഴ്സ് തന്നിട്ട് അതില് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ എന്റെ സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് തന്നെയാണ്. ഓക്കെ, വീണ്ടും ഞാൻ എടുക്കുന്ന സെറ്റ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ നൊട്ടേഷൻ Q. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ അതിന്റെ കൂടെ ഒരു മുകളിൽ ഒരു പ്ലസ് സൈൻ ഇടും. വിച്ച് മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്.
പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുത്തു. അതില് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ഇനി ഒരു പുതിയ ഓപ്പറേറ്റർ സ്റ്റാർ ആണ് എടുക്കാൻ പോകുന്നത്. Q plus star. ഇത് ഗ്രൂപ്പ് ആണോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. The operator star is defined as A star B equal to AB divided by 2. ഇത് സാധാ മൾട്ടിപ്ലിക്കേഷൻ അല്ല. A star B ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AB by 2 എന്നാണ്. ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്താൽ ഇത് ഗ്രൂപ്പ് ആണോ, അതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്യാണ്. ആദ്യം ഈ സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ ബൈനറി ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഗ്രൂപ്പിന്റെ 3 പ്രോപ്പർട്ടീസ്, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, ഇത് 3ഉം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ടോട്ടൽ നമുക്ക് 4 കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ബൈനറി ആണോ എന്ന് നോക്കാം. ബൈനറി ആണോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഈ സെറ്റിലെ 2 എലമെന്റ്സ് എടുത്തിട്ട് ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈ സെറ്റിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് ഓപ്പറേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. 2 ആർബിട്രറി എലമെന്റ്സ് എയും ബിയും എടുത്താൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ബൈ 2 ആണ്. എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എ ഇൻറ്റു ബി റാഷണൽ നമ്പർ ആണ്. എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ അതും റാഷണൽ നമ്പർ ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി അഥവാ ക്ലോസ്ഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റാർ ഈ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, അസോസിയേറ്റിവിറ്റി. ഇവിടെ എനിക്ക് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്, അസോസിയേറ്റിവിറ്റി ഉണ്ട്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സാധാരണ അഡീഷനോ സാധാരണ മൾട്ടിപ്ലിക്കേഷനോ അല്ല, ഒരു പുതിയ ഓപ്പറേഷൻ ആണ്. ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ ചെയ്ത് തന്നെ കാണിക്കേണ്ടി വരും. ഇപ്പൊ അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം, 3 എലമെന്റ്സ് എടുത്തിട്ട് ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ 3 എലമെന്റ്സ് എടുക്കുന്നു, എയും ബിയും സിയും. എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ് എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എന്താണ്, എ ബി ബൈ 2 ആണ്. ഓക്കെ, സ്റ്റാർ സി. അപ്പൊ ഇവിടെ എനിക്ക് ചെയ്യേണ്ടത് എ ബി ബൈ 2 എന്നുള്ള എലമെന്റും സിയും കൂടി സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ എന്ത് വരും, എ ബി ബൈ 2 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2. അതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ 2. ഇവിടെ എയുടെ സ്ഥാനത്ത് എനിക്ക് എ ബി ബൈ 2 ആണ്, ബിയുടെ സ്ഥാനത്ത് സി ആണ്. ഓക്കെ, അപ്പൊ എ ബി ബൈ 2 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താവും, എ ബി സി ബൈ 4. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എ സ്റ്റാർ ബി സ്റ്റാർ സി കണ്ടുപിടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ്, അസോസിയേറ്റിവിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർമുല അനുസരിച്ച് എന്ത് വരും, ബി സി ബൈ 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി വീണ്ടും ഞാൻ A into BC by 2. എന്റെ സ്ലൈഡ് നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഇടയ്ക്ക് ഫോണിൽ ഒരു കോൾ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഓക്കെ. A into BC by 2 divided by 2 equal to ABC by 4. അപ്പോ നമ്മൾ ഇപ്പോ എ സ്റ്റാർ ബി സ്റ്റാർ സി ഇവാലുവേറ്റ് ചെയ്തു, എനിക്കത് എ ബി സി ബൈ 4 കിട്ടി. എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്തപ്പോ അതും എ ബി സി ബൈ 4 കിട്ടി. സോ ദീസ് 2 ആർ ഈക്വൽ. അപ്പൊ അവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. ആ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തു, ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ബൈനറി ആണെന്ന് ഓൾറെഡി കണ്ടു, എന്നിട്ട് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി വെരിഫൈയും ചെയ്തു. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്, ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആയിരുന്നപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. അഡീഷന്റെ ഐഡന്റിറ്റി എപ്പോഴും 0 ആയിരിക്കും എന്ന് നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ്റെത് എപ്പോഴും 1 ആയിരിക്കും എന്നും നമുക്കറിയാം. പക്ഷെ ഇവിടെ ഈ 2 ഓപ്പറേഷൻസും അല്ല. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അപ്പൊ
അപ്പൊ ഈ ആണ് ഐഡന്റിറ്റി എലമെന്റ് എങ്കിൽ എന്താണ് വേണ്ടത്? എ സ്റ്റാർ ഇ കണ്ടുപിടിക്കുമ്പോ എനിക്ക് എ തന്നെ കിട്ടണം അല്ലെ? എന്നാലാണ് നമ്മൾ ഈ ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് പറയാം. എ സ്റ്റാർ ഇ എന്താണ്? ബൈ ഡെഫിനിഷൻ അത് എ ഇ ബൈ 2 ആണ്. അപ്പൊ എനിക്ക് എ ഇ ബൈ 2 കണ്ടുപിടിക്കുമ്പോ എ എന്ന് കിട്ടണം. എങ്കിൽ ഇ എന്താണ്? ഇ ഈക്വൽ ടു എ ഇൻറ്റു ഈ എ ബൈ 2 അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലുമ്പോൾ അത് 2 ബൈ എ എന്നാവും. എ ഗെറ്റ്സ് ക്യാൻസൽഡ്, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് 1 അല്ല 2 ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഐഡന്റിറ്റി എലമെന്റ് സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ എ ബി ബൈ 2 എന്നുള്ള സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി എലമെന്റ് 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണല്ലോ. അപ്പൊ അത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഐഡന്റിറ്റി എലമെന്റ് 2 ആണ് എന്നും കിട്ടി. ഇനി എന്ത് വേണം? ഇൻവേഴ്സ് എലമെന്റ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് എലമെന്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാനൊരു ആർബിട്രറി എലമെന്റ് എ എടുക്കുന്നു. ഈ എക്ക് ഇൻവേഴ്സ് ഉണ്ട്, അത് എ ഇൻവേഴ്സ് ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ് എങ്കിൽ എ സ്റ്റാർ എ ഇൻവേഴ്സ് ചെയ്താൽ എന്ത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് ഇ എനിക്ക് കിട്ടണം. എ സ്റ്റാർ എ ഇൻവേഴ്സ് ബൈ ഡെഫിനിഷൻ എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? അതെന്താണ്? 2 ആണ്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഇക്ക് പകരം എനിക്ക് 2 എന്ന് എഴുതാം. അപ്പൊ എ ഇൻവേഴ്സ് ബൈ 2ന്റെ വാല്യൂ എനിക്ക് ഈക്വൽ ടു 2 എന്ന് കിട്ടണം. അതിൽ നിന്ന് എ ഇൻവേഴ്സ് എന്താണെന്ന് കിട്ടും? എ ഇൻവേഴ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ എ. എ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റാഷണൽ നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് എ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. 4 ബൈ എ എന്ന് പറയുന്നത് വീണ്ടും ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഏത് റാഷണൽ നമ്പർ എ തന്നാലും there exists 4 by a such that a star 4 by a equal to 2. a star 4 by a എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമുക്ക് ഓപ്പറേറ്റർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. a into 4 by a divided by 2 എന്ന് വരും അല്ലെ? ആദ്യം a gets cancelled, 4 by 2 എന്ന് വരും which is equal to 2. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു എന്നേ ഉള്ളൂ. So every element has an inverse. Okay? അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഓപ്പറേഷനിൽ ആ സെറ്റ് ഗ്രൂപ്പ് ആണ് എന്നാണ് നമുക്കിപ്പോ കിട്ടിയത്. സോ ക്യൂ പ്ലസ് അണ്ടർ ദ ഓപ്പറേഷൻ സ്റ്റാർ ഇസ് എ ഗ്രൂപ്പ്. ഇനി ഇവിടെ നമുക്ക് എന്തും കൂടി വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി വേണമെങ്കിൽ ഈ സെറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ? എ സ്റ്റാർ ബി എന്താ വരിക? എ ബി ബൈ 2 എന്ന് വരും. ബി സ്റ്റാർ എ കണ്ടുപിടിച്ചാലോ? ബി എ ബൈ 2 എന്ന് വരും. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം അല്ലേ? സോ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ്. അപ്പൊ ഈ ക്യൂ പ്ലസ് സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും പറയാം, അബീലിയൻ ഗ്രൂപ്പ് എന്നും പറയാം. സോ ക്യൂ പ്ലസ് സ്റ്റാർ ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ഇത് കുറച്ച് സാധാരണത്തിൽ നിന്ന് ഒന്ന് ഡിഫറെന്റ് ആയ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇനി വീണ്ടും സെറ്റില് ഡിഫറൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി, ഒരു എക്സാമ്പിൾ പ്രോബ്ലവും കൂടി ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന സെറ്റ് ജി എന്നുള്ള സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു ആസ് സെറ്റ് എ പ്ലസ് ബി റൂട്ട് 2. എ പ്ലസ് ബി റൂട്ട് 2 എന്നുള്ള സെറ്റാണ് ഞാൻ എടുക്കുന്നത്. where both a and b are rational numbers. Okay. So G എന്ന് പറഞ്ഞാൽ a plus b root 2 ഫോമിലുള്ള എലമെന്റുകളുടെ കളക്ഷൻ ആണ്. അതിലെ എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണ്. ഈ സെറ്റ് പെട്ടെന്ന് കണ്ടാൽ ഇത് ഇറാഷണൽ ആണോ, ഇറാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് ആണോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇത് ആക്ച്വലി ഇറാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. കാരണം എ പ്ലസ് ബി റൂട്ട് 2 എന്ന് എഴുതുമ്പോഴും ബി ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് 0 എന്നുള്ള എലമെന്റ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ 0 എന്നുള്ള എലമെന്റ് ഉണ്ട്. അപ്പൊ ബി 0 ആകാൻ പറ്റും,
സീറോ ആയാൽ ഇത് എന്താവും? എ പ്ലസ് ബി റൂട്ട് ടു എന്ന് പറയുന്നത് എ ആവും, വേർ എ ഇസ് റാഷണൽ. അതുകൊണ്ട് ഇത് ഇറാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. ബി നോൺ സീറോ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇത് റാഷണൽ നമ്പേഴ്സിന്റെയും സബ്സെറ്റ് അല്ല. ഓക്കെ, ഈ സെറ്റ് റാഷണലിന്റെ സബ്സെറ്റും അല്ല, ഇറാഷണലിന്റെ സബ്സെറ്റും അല്ല. അല്ലാത്ത റിയൽ നമ്പേഴ്സിന്റെ ഒരു പെർട്ടിക്കുലർ സബ്സെറ്റ് ആണ് ജി. ജി അണ്ടർ അഡീഷൻ അബേലിയൻ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ജി പ്ലസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ജി പ്ലസ് ഗ്രൂപ്പ് ആണോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ഗ്രൂപ്പ് ആണോ എന്ന് നോക്കണമെങ്കിൽ വീണ്ടും എന്തൊക്കെയാണ്? ബൈനറി ഓപ്പറേറ്റർ ആണോ എന്ന് നോക്കണം, പിന്നെ അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ ആ ഫോമുകൾ എങ്ങനെ എടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ബൈനറി ഓപ്പറേറ്റർ ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം? ഇതിലെ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുക്കണം. ഇതിലെ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? എ പ്ലസ് ബി റൂട്ട് ടു എന്നൊരു എലമെന്റ് എടുത്താൽ അടുത്ത എലമെന്റ് ഞാൻ സി പ്ലസ് ഡി റൂട്ട് ടു എന്ന് എടുക്കുന്നു. ഇപ്പൊ ഞാൻ റാൻഡം ആയിട്ട് രണ്ട് എലമെന്റ്സ് ചൂസ് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എ വൺ പ്ലസ് ബി വൺ റൂട്ട് ടു, എ ടു പ്ലസ് ബി ടു റൂട്ട് ടു അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. നൊട്ടേഷൻ ഒന്നും പ്രത്യേകിച്ച് ഒരു റെലവൻസ് ഇല്ല, ഏത് ഫോമിൽ വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു. ഇത് ആഡ് ചെയ്താൽ ഇതിന്റെ ആൻസർ എന്താ വരിക? എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി ഇൻറ്റു റൂട്ട് ടു എന്ന് നമുക്ക് എഴുതിക്കൂടെ ഈ സമ്മിന്? ഇതിലെ എയും സിയും റാഷണൽ നമ്പേഴ്സ് ആണ്. എയും സിയും റാഷണൽ നമ്പേഴ്സ് ആകുമ്പോൾ എ പ്ലസ് സിയും റാഷണൽ നമ്പർ ആണ്, ബിയും ഡിയും റാഷണൽ നമ്പേഴ്സ് ആണ്. സോ ബി പ്ലസ് ഡി എന്ന് പറയുന്നതും റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഒരു റാഷണൽ നമ്പർ പ്ലസ് വേറെ ഒരു റാഷണൽ നമ്പർ ഇൻറ്റു റൂട്ട് ടു എന്നുള്ള ഫോമിലല്ലേ ആ നമ്പർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഫോമിലുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ജി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇപ്പൊ സ്റ്റാർ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഇവിടെ നമ്മുടെ സ്റ്റാർ. അഡീഷൻ ഇവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് അസോസിയേറ്റിവിറ്റി. ഈ കേസിൽ ഇത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അസോസിയേറ്റിവിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ നേരിട്ട് പറയാം. അതല്ല എങ്കിൽ നേരത്തെ പോലെ നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? എ വൺ നമ്മളിപ്പോ എ സി ഒക്കെ അല്ലേ, അപ്പൊ അതുപോലെ തന്നെ എടുക്കാം. എ പ്ലസ് ബി റൂട്ട് ടു പ്ലസ് സി പ്ലസ് ഡി റൂട്ട് ടു പ്ലസ് ഇ പ്ലസ് എഫ് റൂട്ട് ടു. ഇത് നിങ്ങൾ രണ്ട് ഓർഡറിലും ആഡ് ചെയ്യണം. ഒന്നാമത്തെ രണ്ടാമത്തെ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ അങ്ങനെ ചെയ്യാം. ഒന്നാമത്തെ പ്ലസ് രണ്ടാമത്തെ മൂന്നാമത്തെയും ടേംസ് അങ്ങനെയും ചെയ്യാം. ഏത് ഓർഡറിൽ ചെയ്താലും ആൻസർ എന്തായിരിക്കും വരിക? എ പ്ലസ് സി പ്ലസ് ഇ പ്ലസ് ബി പ്ലസ് ഡി പ്ലസ് എഫ് ഇൻറ്റു റൂട്ട് ടു എന്നാണ് ആൻസർ വരിക. അപ്പൊ ഏത് ഓർഡറിൽ ചെയ്താലും സെയിം ആൻസർ ആയതുകൊണ്ട് ഇവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. അടുത്ത പ്രോപ്പർട്ടി എന്താണ് വേണ്ടത്? ഐഡന്റിറ്റി എലമെന്റ്. ഇവിടെ വീണ്ടും നമ്മുടെ ഓപ്പറേഷൻ എന്താണ്? സാധാരണ അഡീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് സീറോ ആണ്. ഐഡന്റിറ്റി എലമെന്റ് സീറോ ഈ സെറ്റിൽ ഉണ്ടോ? സ്റ്റോപ്പ് പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരാം. സീറോ ഈ സെറ്റിനകത്ത് ഉണ്ടാവുമോ? ഈ സെറ്റിലെ എലമെന്റ്സിന്റെ ഫോം എന്താണ്? എ പ്ലസ് ബി റൂട്ട് ടു, എ പ്ലസ് ബി റൂട്ട് ടു എന്നുള്ള ഫോമിലാണ്. എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണ്. എനിക്ക് എയും ബിയും രണ്ടും അപ്പൊ സീറോ എന്ന് ചൂസ് ചെയ്തൂടെ? അപ്പൊ എനിക്ക് സീറോ പ്ലസ് സീറോ റൂട്ട് ടു എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ അല്ലെ? അപ്പൊ സീറോ ജി എന്നുള്ള സെറ്റിലെ മെമ്പർ ആണ്. അതാണ് അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടി വേണം. എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഒരു ആർബിട്രറി എലമെന്റ് എടുത്താൽ അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കണം. അപ്പൊ ആർബിട്രറി എലമെന്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി റൂട്ട് ടു എടുക്കുന്നു. അതിന് ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്താ വരിക? മൈനസ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു അല്ലെ? അതല്ലേ അഡിറ്റീവ് ഇൻവേഴ്സ് വരിക. മൈനസ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു എന്ന് പറഞ്ഞാൽ അത് മൈനസ് എ മൈനസ് ബി റൂട്ട് ടു ആണ്. ഇതിലെ മൈനസ് എയും റാഷണൽ നമ്പർ ആണ്, മൈനസ് ബിയും റാഷണൽ നമ്പർ ആണ്. സോ മൈനസ് എ മൈനസ് ബി റൂട്ട് ടു എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ജിയിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ ഏത് എ പ്ലസ് ബി റൂട്ട് ടു തന്നാലും മൈനസ് എ മൈനസ് ബി റൂട്ട് ടു എന്ന് പറയുന്നത് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും ആയില്ലേ? ബൈനറി ആണെന്ന് ചെക്ക് ചെയ്തു, അസോസിയേറ്റിവിറ്റി ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, ഇൻവേഴ്സ് എലമെന്റും ഉണ്ട്. സോ ജി സ്റ്റാർ ഇസ് എ ഗ്രൂപ്പ്.
എക്സാമിന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു അബദ്ധം കുട്ടികളുടെ ഭാഗത്തു നിന്ന് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്ന അബീലിയൻ ഗ്രൂപ്പ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ. പക്ഷെ നമ്മൾ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ഒക്കെ വെരിഫൈ ചെയ്ത് വരുമ്പോൾ ആ അബീലിയൻ ഗ്രൂപ്പ് എന്നുള്ള ഭാഗം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പൊ വെറുതെ ഒരു മാർക്ക് പോകും. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് 4 മാർക്കേ ആയിട്ടുള്ളൂ. ആ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി വളരെ എളുപ്പമാണ് വെരിഫൈ ചെയ്യാൻ, പക്ഷെ അതും കൂടി വെരിഫൈ ചെയ്യുമ്പോഴേ പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയും ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നുള്ള പോയിന്റ് മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടോ എന്നുള്ളത് നോക്കി ഉണ്ടെങ്കിൽ ആ പാർട്ട് കൂടി ചെയ്യണം. കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ? a plus b root 2 plus c plus d root 2 എടുത്താൽ എന്താ കിട്ടുക? a plus c plus b plus d root 2. ഈ a plus c ക്ക് പകരം c plus a എന്ന് എഴുതുന്നതുകൊണ്ട് ചേഞ്ച് ഒന്നുമില്ല. b plus d ക്ക് പകരം d plus d എന്ന് എഴുതിയത് കൊണ്ടും വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് G under addition, G എന്ന് പറയുന്നത് ഏത് സെറ്റാണ്? a plus b root 2 where a and b are rational numbers എന്ന് പറയുന്ന സെറ്റ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണ്.